കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ സുപ്രധാന നിയമനവുമായി ലിയോ 14 മാർപ്പാപ്പ. വത്തിക്കാന്റെ ഔദ്യോഗിക വാർത്താവിനിമയ വകുപ്പിന്റെ പ്രിഫെക്ട് പദവിയിലേക്ക് ആദ്യമായി ഒരു അൽമായ വനിതയെ ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. പ്രമുഖ ആഗോള കത്തോലിക്ക മാധ്യമമായ EWTN ന്യൂസിന്റെ പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ മരിയ മോൺസറാട്ട് അൽവറാഡോ ആണ് ഈ ചരിത്രപരമായ പദവിയിലേക്ക് നിയമിതയായത്. വരുന്ന നവംബർ 1 മുതൽ മരിയ ഔദ്യോഗികമായി ചുമതലയേൽക്കും. മെക്സിക്കോ സിറ്റിയിൽ ജനിച്ച മരിയ ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്. 2009 മുതൽ 2023 വരെ ലോകപ്രശസ്തമായ ബക്കറ്റ് ഫണ്ട് ഫോർ റിലീജിയസ് ലിബർട്ടി എന്ന സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള നിരവധി അന്താരാഷ്ട്ര പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയവർ 2023 മുതൽ EWTN ന്യൂസിന്റെ തലപ്പത്തുണ്ട്. 7 ഭാഷകളിലായി ടെലിവിഷൻ, റേഡിയോ, പ്രിന്റ്, ഡിജിറ്റൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആഗോളതലത്തിൽ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്ന വലിയൊരു മാധ്യമ വിഭാഗത്തെയാണ് അവർ നയിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 രൂപീകരിച്ച വകുപ്പാണ് വത്തിക്കാന്റെ മുഴുവൻ മാധ്യമ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത്. വത്തിക്കാൻ ന്യൂസ്, വത്തിക്കാൻ റേഡിയോ, ലോസർവാത്തോറെ റൊമാനോ, വത്തിക്കാൻ മീഡിയ, വത്തിക്കാൻ ഓഡിയോ, ഹോളി സീ പ്രസ് ഓഫീസ്, വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് എന്നിവയെല്ലാം ഈ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നിലവിലെ പ്രിഫെക്റ്റായ പൗലോ റൂഫിനിക്ക് പകരക്കാരിയായാണ് അൽവറാഡോ എത്തുന്നത്. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പൗലോ റൂഫിനിയെ വത്തിക്കാൻ വകുപ്പിന്റെ ആദ്യത്തെ അൽമായ പ്രിഫെക്റ്റായി നിയമിച്ചത്. വരുന്ന ഒക്ടോബറിൽ അദ്ദേഹത്തിന് 70 വയസ്സ് തികയുന്നതോടെ വിരമിക്കുന്ന ഒഴിവിലാണ് പുതിയ നിയമനം. ഈ പുതിയ നിയോഗം തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്നും സഭയെയും പുതിയ മാർപ്പാപ്പയും പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കാൻ ഈ അവസരം ഉപയോഗിക്കുമെന്നും മരിയ പ്രതികരിച്ചു. ക്രിസ്തുവിനെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു.